റമദാൻ മാസത്തിലെ മറ്റൊരു ഹെൽത്ത് ടിപ്പ് തന്നെയാണ്, പ്രധാനപ്പെട്ട ഒരു ഹെൽത്ത് ടിപ്പാണ്. ചില രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളുള്ള ആൾക്കാർ അവർ നോമ്പ് നോൽക്കുന്നത് നിർബന്ധമാണോ എന്നുള്ളത്. നമുക്ക് പലപ്പോഴും ഇതൊരു നിർബന്ധാവസ്ഥയാണ് എന്നുള്ള നിലയിൽ ബുദ്ധിമുട്ടിയാലും ആൾക്കാർ നോമ്പെടുക്കുന്നത് കാണാറുണ്ട്. രോഗികൾ, പല രോഗമുള്ളവർക്കും അവർ ഇതൊരു ഒഴിവാക്കാൻ സർവശക്തൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും മടിയാണ്. അത് ശരിയല്ല. രോഗമുണ്ടെങ്കിൽ നോമ്പെടുക്കേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ രോഗം മാറി അതിനുശേഷം ഒരു സാഹചര്യം കിട്ടുമ്പോൾ നോമ്പെടുത്ത് വീട്ടിയാൽ മതി. അല്ലെങ്കിൽ അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള ഒരാൾക്ക് നോമ്പെടുക്കുവാനുള്ള സാഹചര്യമുണ്ടാക്കി അവർക്കതിനുള്ള നമ്മൾ സൗകര്യം ചെയ്തു കൊടുത്താൽ മതി. ആ ഒരു ഇളവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താതെ നമ്മളുടെ ശരീരത്തെ, നമ്മളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ സർവശക്തൻ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. എല്ലാ കാര്യങ്ങളും ലഘൂകരിച്ച് തന്നിട്ടുള്ളവനാണ് അവൻ. എന്തെങ്കിലും നിലയിൽ നമുക്ക് നോമ്പെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് ഗർഭിണികൾ അല്ലെങ്കിൽ മുലപ്പാലൂട്ടുന്ന അമ്മമാരൊക്കെ നോമ്പ് എടുക്കുക എന്നുള്ളത് ഒരു നിർബന്ധവുമില്ല. അവരുടെ പ്രധാന കർത്തവ്യം ആ സമയത്ത് ആ കുഞ്ഞിൻ്റെ ആരോഗ്യവും ഒരു സുഖപ്രസവവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലൂട്ടലുമാണ്. അതിന് സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് പിന്നീടൊരു കാലത്ത് അവർക്ക് ഈ നോമ്പെടുത്ത് മാറ്റാം. 12 മാസത്തിൽ ഒരു മാസേ റമദാനുള്ളൂ. 2-3 വർഷം കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഒരു മാസത്തിൽ അവർക്ക് അല്ലെങ്കിൽ കുറേ ദിവസങ്ങളായിട്ട് അവർക്കത് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളുള്ള ആൾക്കാർ അല്ലെങ്കിൽ രോഗമുള്ളവർ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇനി നോമ്പ് ഒഴിവാക്കാൻ പറ്റാത്ത രോഗമൊന്നുമില്ല, ചെറിയ രോഗമൊക്കെയാണ്. ഇപ്പോൾ ഡയബറ്റീസ് ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ, മറ്റു രോഗങ്ങൾ, ക്രോണിക് ആയിട്ടുള്ള രോഗങ്ങൾ, അതൊക്കെ ഉള്ള ആൾക്കാർ ഇതിനു മുമ്പ് ഡോക്ടറെ കണ്ടോ അല്ലെങ്കിൽ ഇതേക്കുറിച്ച് അറിയുന്നവരെ കണ്ടോ മരുന്ന് എങ്ങനെ ചിട്ടപ്പെടുത്തണമെന്നും എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്നൊക്കെയുള്ള ഒരു അഡ്വൈസ് എടുക്കൽ വളരെ ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ സ്വയം തീരുമാനിച്ചുകൊണ്ട് പലതും മരുന്നുകളുടെ ഡോസൊക്കെ മാറ്റും. അത് ശരിയല്ല. നമ്മളുടെ സ്വന്തം ഡോക്ടറെ കണ്ടുകൊണ്ട് അതേക്കുറിച്ചിട്ടുള്ള ഒരു അഡ്വൈസ് എല്ലാവരും, രോഗികൾ, ക്രോണിക് ആയിട്ട് ഇങ്ങനെ അസുഖമുള്ളവർ അത് വാങ്ങേണ്ടതാണ് എന്നുള്ളതാണ് ഇതേക്കുറിച്ച് ഒരു ഹെൽത്ത് ടിപ്പ് എന്ന നിലയിൽ ഈ ഹെൽത്തി റമദാനിൽ പറയുവാനുള്ളത്.